താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനകം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അത് സംഭവിച്ചില്ലെങ്കിലും സൗദിയിൽ വെച്ച് റഷ്യയുമായി US പ്രതിനിധികൾ നടത്തിയ ചർച്ചയോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. റഷ്യൻ പക്ഷത്തോട് ചാഞ്ഞു നിൽക്കുകയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന സമീപനവുമായി ട്രംപ് മുന്നേറുകയാണ്. യൂറോപ്യൻ നേതാക്കളാകട്ടെ യുക്രൈനെയും സെലൻസ്കിയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനുമെതിരെ US പ്രസിഡന്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. കെയർ സ്റ്റാർമർ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. സ്റ്റാർമറും മക്രോണും സെലൻസ്കിയെ പിന്തുണച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇരു നേതാക്കളും ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് സംഘർഷം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. അവർ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല, യുദ്ധം തുടരുകയാണ്, റഷ്യയുമായി കൂടിയാലോചനകളില്ല, ഒന്നുമില്ല, ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. യുദ്ധം തുടരുന്നത് ഞാൻ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊലകളെ ഞാൻ വെറുക്കുന്നു. ഈ യുവാക്കൾ കൊല്ലപ്പെടുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ട്രംപ് പറഞ്ഞു. സെലൻസ്കിക്ക് നേരെയുള്ള കടന്നാക്രമണം ട്രംപ് ഈ അഭിമുഖത്തിലും തുടർന്നു. ഞാൻ വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെയാണ് യോഗത്തിനെത്തുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. കരാറുണ്ടാക്കാൻ സെലൻസ്കി തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ പുടിന് താല്പര്യമുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അദ്ദേഹം കരാറുണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം വേണമെങ്കിൽ പുടിന് യുക്രൈൻ പൂർണ്ണമായി പിടിച്ചടക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.